of our school, Reverend Father Bovis Matthew, Chief Guest of the Day, Dr. Jacob Pulikin, Principal, Ma'am Susan Koshi, all my lovely teachers, parents, and my dear St. Johnians. An ecstatic evening to all of you present here today. In this evening, when the sky is ablaze with the fire of the setting sun, I'm feeling euphoric to invite all of you to the inauguration of Gandhian Studies Club of St. John's School until 21-22. The Gandhian Studies Club of our school understands the significance of Gandhian ideology in the 21st century. Its principal aim is to promote the ideas of the father of our nation, Mahatma Gandhi. Being the part of Generation Z, we, the youth, has the caliber to promote these ideas in today's society. And for sure, it is our responsibility. With this, let me heartily welcome all of you to this event. Let this be the start of a successful journey. A day without prayer is a day without blessing. Let us pray to the Almighty to guide us through our new journey. For that, let me welcome Master Jeffrey Emmanuel Thomas for the prayer. रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम आज प्यारे तो सीताराम। सीताराम सीताराम भज प्यारे तो सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। जय रघुनंदन जय सिया राम, जानकी वल्लभ सीताराम। जय रघुनंदन जय सिया राम, जानकी वल्लभ सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। पतित पावन सीताराम, पतित पावन सीताराम। Thank you, Jeffrey. Now, let me invite a person who encourages us with his ideal personality. Each effort that he has taken have resulted in the development and popularity of the institution. With respect, I would like to invite the local manager of our school, Reverend Father Bovis Matthew, for the welcome address. Father, please. Thank you, Fatima. ഈ സന്ധ്യയിൽ നമ്മളോടൊപ്പം സാന്നിധ്യം കൊണ്ടും തുടർന്നുള്ള സന്ദേശം കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജേക്കബ് പുളിക്കൻ സാർ, സ്കൂളിന്റെ പ്രിൻസിപ്പൽ സൂസൻ കോശി മാം,
വൈസ് ചെയർമാൻ കെ എം മാത്യു സാർ, പ്രിയമുള്ള അധ്യാപകരെ, കുഞ്ഞുങ്ങളോടൊപ്പം നമ്മളോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി സന്ധ്യയാണ്. നാളെ പകൽ ഒക്ടോബർ 2-ആണ്. നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, ലോകം തന്നെ ഏറ്റവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന മഹനീയമായ, സവിശേഷമായ മാനുഷിക ഭാവങ്ങളും ഈശ്വര ഭാവങ്ങളും സമ്മിശ്രമായ വ്യക്തിത്വം മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. നമ്മുടെ സ്കൂളിൽ 2 വർഷം മുമ്പാണ് നമ്മൾ ഗാന്ധിയൻ സ്റ്റഡീസ് ക്ലബ്ബ് ആരംഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. മഹാത്മാഗാന്ധി നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്നത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ഭുതത്തോടെ മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ, മഹാത്മാഗാന്ധി നമ്മുടെ മധ്യയെ അവശേഷിപ്പിക്കുന്ന ജീവിത ദർശനങ്ങൾ നമ്മുടെ വരും തലമുറ ഏറ്റെടുക്കേണ്ടതും ജീവിക്കേണ്ടതും ഈ നാടിന്റെ നന്മയ്ക്കായി ആ ജീവിതം പരിണമിക്കേണ്ടതും ആവശ്യമാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് മനസ്സ് വർഗീയമല്ലാതെ ജീവിക്കുക എന്നുള്ളത്. ഇതര മതവിശ്വാസികളെ സ്നേഹത്തോടെയും സമ്പൂർണമായ ഹൃദയ ഐക്യത്തിലും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഒരു തരത്തിലും സഹായിക്കുന്ന ഒന്നും ചുറ്റുപാടുകളിൽ ഇല്ല. അങ്ങനെ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് തേടിപ്പോയാൽ നമ്മൾ ആദ്യം എത്തുന്നത് മഹാത്മാഗാന്ധിയിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജീവിതാദർശങ്ങളിലും ആണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന അവസാനത്തെ പൗരനും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു ജീവിതവും ആദർശവുമാണ് മഹാത്മാഗാന്ധിയുടേത്. അതുകൊണ്ടാണ് ഈ ക്ലബിന് അതീവ പ്രാധാന്യത്തോടെ നമ്മുടെ സ്കൂളിൽ നാം പരിപാടികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ കാരണം. കഴിഞ്ഞ വർഷം നമുക്കറിയാം, ബഹുമാന്യനായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സാർ ആയിരുന്നു നമ്മുടെ മുഖ്യ അതിഥി. ഈ നൂറ്റാണ്ടിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും ജീവിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധി ആദർശങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ പകർത്തിയ അനേകരെ അതിന് പ്രചോദിപ്പിക്കുന്ന ആളായിരുന്നു രാധാകൃഷ്ണൻ സാർ. സാർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ആയിരിക്കുന്നതിന്റെ കാരണം ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ജേക്കബ് പുളിക്കൻ സാറാണ്. രാധാകൃഷ്ണൻ സാറിനോടൊപ്പം നമ്മുടെ നാട്ടിലുടനീളം ഗാന്ധിയൻ ആദർശങ്ങളുടെ വെറും കേവലം പ്രസംഗങ്ങളിലൂടെ അല്ലാതെ ഗാന്ധിയൻ ആദർശങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ജേക്കബ് പുളിക്കൻ സാർ. സാറിനെ കുറേയേറെ വർഷമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ജേക്കബ് പുളിക്കൻ സാറിനോട് ഏറ്റവും അടുത്ത് ഇടപെടുന്നതിനും സാറിന്റെ പരിപാടികളുടെ ഭാഗമാകുന്നതിനും ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന് സാറിന്റെ പരിപാടികൾ ചേർത്ത് കൊണ്ടുപോകുന്നതിനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെന്റ് ജോൺസിലെ കുഞ്ഞുങ്ങൾ സാറിനെ ഒന്ന് കേൾക്കണം എന്നുള്ളത് എൻ്റെ കുറെ നാളത്തെ ആഗ്രഹം. സാറ് പാലായ്ക്കടുത്ത് രാമപുരത്താണ് ജനിച്ചത്. അവിടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് മാസ്റ്റർ ബിരുദം നേടിയത്. അതിനുശേഷം ഫിലോസഫി, ഗാന്ധിയൻ ഫിലോസഫിയിൽ പ്രത്യേക ബിരുദാനന്തര ബിരുദവും ഗാന്ധിയൻ ദർശനങ്ങളിൽ ഡോക്ടറേറ്റും നേടി. യൂണിവേഴ്സിറ്റി തലത്തിൽ ഗാന്ധിയൻ സ്റ്റഡീസ് സെന്ററിന്റെ ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം സാറ് ഒരു സ്വദേശി പ്രസ്ഥാനം, സാറ് തന്നെ അതിന്റെ സ്ഥാപകനും ഇപ്പോൾ അതിന്റെ ഡയറക്ടറുമായിട്ട് പ്രവർത്തിക്കുന്നു. ആ സ്വദേശി പ്രസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഗാന്ധിയൻ ആദർശങ്ങൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ജീവിക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ സ്വന്തമാകുന്നുള്ളൂ. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ സാധാരണ മനുഷ്യന് പ്രാപ്യമായ ഒരു ജീവിത ക്രമമാണ് ഗാന്ധിയൻ ആദർശങ്ങൾ നൽകുന്നത്. ആ ക്രമത്തിലേക്ക് അവന്റെ ഭക്ഷണ സാധനങ്ങൾ, ജീവിത രീതികൾ,
ഇതൊക്കെ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് ചേർന്നതുപോലെ ആകുവാൻ അവരെ പരിശീലിപ്പിക്കുന്ന, അവരുടെ ഇടയിൽ അതിനുള്ള ഒരു അധ്യാപകനായി, ഗുരുവായി ജീവിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് പുളിക്കൻ സാറ് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ സാറിനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമായ ഒരു അനുഭവമായി അത് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട സാറ് തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ്. ഞാനത് ഒരു സ്വാഗത പ്രസംഗൻ സാധാരണ ഒരു വിശിഷ്ട അതിഥിയെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു ഭംഗി വാക്കാണ്. എവിടെയും നമ്മുടെ വിശിഷ്ട അതിഥി വലിയ തിരക്കുള്ള ആളാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ സാറിന് ഒരു പകല് മതിയാവാത്ത ഒരാളാണ്. ഈ സന്ധ്യയിൽ എങ്ങനെയാണ് സാർ ഇത്രയും സമയം കണ്ടുപിടിച്ച് ഞാൻ സാറിനെ ഒരു 6:24 വിളിച്ചു. സാറേ 5 മിനിറ്റേ ഉള്ളൂ, കയറിയോ എന്ന് ചോദിച്ചപ്പോൾ സാർ എന്നോട് കയറി എന്നാണ് പറയുന്നത്. പക്ഷെ ജേക്കബ് പുളിക്കൻ എന്നുള്ള പേര് ഞാൻ ഇവിടെ നിന്ന് കാണാത്തതിന്റെ ഒരു ഭയം എനിക്കുണ്ട്. സാറ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. സാറ് തീർച്ചയായിട്ടും നിങ്ങളെ ഈ സന്ധ്യയിൽ പ്രചോദിപ്പിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഗാന്ധിയൻ ആദർശങ്ങളോട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയ ആദരവുണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ രാജ്യം, നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ചുറ്റുമുള്ള രാജ്യങ്ങൾ മുഴുവൻ ഭീകരതയുടെയും പട്ടാള ഭരണത്തിന്റെയും രാഷ്ട്രീയമായ അസ്ഥിരതയുടെയും ഒക്കെ നടുവിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്നും നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന്, ഈ നൂറ്റാണ്ടുകളുടെ പഴക്കവും സംസ്കാരവുമുള്ള നമ്മുടെ രാജ്യത്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നതുകൂടിയാണ്. ഗാന്ധിയെ, മഹാത്മാഗാന്ധിയെ നിങ്ങൾ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഓഫീസിന്റെ മുന്നിൽ, പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ മുന്നിൽ കഴിഞ്ഞ വർഷം നമ്മൾ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കയറി വരുമ്പോൾ കണ്ട് നമസ്കരിച്ച് പോകേണ്ട ഒരു രൂപമാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ അത് വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ സന്ധ്യ മനോഹരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയമുള്ള ജേക്കബ് പുളിക്കൻ സാറിനെ സന്തോഷത്തോടെ ഈ സെന്റ് ജോൺ സ്കൂൾ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൽ സൂസൻ കോശിമ, മാത്യു സാറ്, നമ്മുടെ അധ്യാപകർ മൊത്തം, ആരോ ബിരുദന്മാർ പറയുന്നത് കേട്ടു എല്ലാ ടീച്ചേഴ്സും ഉണ്ട് എന്ന്. എല്ലാ ടീച്ചേഴ്സും ഇതിലുണ്ട്. നിങ്ങള് കുറെ നാളായി അവരെ എല്ലാം കണ്ടിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരു മാസം കൂടെ കാത്തിരുന്നാൽ പരസ്പരം കാണാൻ കഴിയും എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒപ്പം, അവരോടൊപ്പം താല്പര്യത്തോടെ ഇതിന്റെ ഭാഗമാകുന്ന മാതാപിതാക്കളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. നാളത്തെ ദിവസത്തിന്റെ എല്ലാ പ്രത്യേകതകളും സന്തോഷവും നിങ്ങൾക്ക് നേരുന്നു. Thank you so much for your insightful words, Father. The guest of the day is an eminent personality who has spent most of his life promoting the Gandhian ideologies in the society. He is the founder and director of Gandhi Center for Rural Development. Let me welcome the chief guest of the day, Dr. Jacob Pulikin, for the inaugural address. Sir, please. ഫാത്തിമ, Yes, sir. മോളെ, സാറിന്റെ ഓഡിയോയിൽ ഒരല്പം പ്രോബ്ലം ഉള്ളതുകൊണ്ട് സാറ് കയറിക്കൊണ്ടിരിക്കുക. സാറ് ഓണാണ്, ഓഡിയോ വർക്കിന്റെ എന്തോ ഒരു പ്രശ്നം കമ്പ്യൂട്ടറിൽ സംഭവിച്ചു.
അപ്പൊ സൂസൻ ടീച്ചറെ സംസാരിക്കാൻ ക്ഷണിച്ചു. Okay, Father. Next, let me welcome our guiding light, the person who encourages us to give our best. Now, I welcome our beloved principal, Susan Koshi ma'am, for speech. Ma'am, please. The most respected guest of today, Dr. Jacob Pulikin, the founder, director of Gandhian Center of Rural Development, the respected local manager, Reverend Father Boaz Matthew, our K. Matthew sir, the club convener, Deva Tangachan, Gandhian club members of St. John's, dear students and parents. So a warm good evening to one and all who has assembled in this virtual platform. So one more academic year is there for implementing the Gandhian principles and ideas in our school. So the club inauguration is yet to conduct. So all the club members, so after this inauguration, I know that all our club members are highly enthusiastic to work in the Gandhian club to propagate the noble ideas of this visionary leader in St. John's campus, not only in campus and in your life too. We all know that the present generation, the nature of the youth, the young generation, they are all highly digital and tech savvy people. They may have the least knowledge about this great visionary leader of India. Not only India, he is the leader of the world too. This club activities will help to inculcate the Mahatma Gandhi's noble ideas in the minds of the students. This Gandhian club has started functioning in St. John's last year. I know all our students are actively participating in its activities. Due to the pandemic situation, some of the programs we cannot conduct in its full swing. Yet the students are, and the teachers and all the students are cooperating, and they have conducted a very smart function, I remember, in our annual day. This Gandhian noble ideas, which we considered as the Gandhian philosophy, has the 4 pillars. These 4 pillars are non-violence, satyagraha, truth, and sarvodaya. These noble ideas have inspired all the Indians to resist British rule in a peaceful manner. He wanted to strengthen the idea of decentralization of power, which will strengthen the democracy. Actually, this decentralization is the backbone of democratic government. The children, you may have been studying in such policies in your social science textbooks. Dear children, do you know why the world is treating him as a hero? It is really because of his brave personality, who fought against the big empire by his soul-winning attitude and methods. He was an empowered leader who inspired all Indians. No wonder he is rightly titled as Mahatma Gandhi. The chief guest will reveal his special qualities as a visionary leader in his next speech to you. Now, coming to club activities, you can promote Gandhian values among the students of St. John's. You can organize programs which give idea about the vision of his vision about good society. So he has a clear vision about the society, that there should be a balance between individual freedom and social responsibility. So he says that there is no meaning in leading a life without ideals, because there will be no goals towards which the human endeavor can be directed. You can conduct, dear students, in your Gandhian club, you can conduct programs like Gandhi's literature exhibition, Khadi village product exhibition, essay and quiz competitions, planting seedlings in the school compound. We are expecting you to come soon to our school. And besides, you can form peace cells in St. John's campus, where the students can act as Shanti Doots to propagate his ideas. Shanti Doot in the sense that Samadhana Vahagarai, Gandhian club members in നമ്മുടെ സ്കൂളിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാം. Through all these programs,
The students may know about the importance of self-reliance, self-sufficiency, and importance of using Deshi products, that is indigenous products, our native products, and create a liking in children to the life principles of Gandhiji. Not only by working in club activities, this helps you to develop your personality. When you work, when you actively engage in different club activities, your personality will grow. You will get confidence to face any situation, and you can enhance your problem solving skill, a better organization skill, a better communication skill, and time management. And you can develop new friendship and what else. Through all this way, you can develop a mindset that is a mindset in such a way that a lifelong learning and a strength of character and service to the nation, and thereby fulfilling the mission of studying in St. John's. So even though when you move out of St. John's, after completion of the studies, you should be the torch bearers of the policies of truth, self-reliance, and secularism wherever you go. Do you know the message of Gandhiji's to the students of India? And he believed that all the students should be humble and correct. He should be well disciplined throughout his discipleship or throughout the time of studies. Now, I wish you all a well-balanced club activity year ahead. When the school opens after this pandemic, everyone should identify the club members as the peace and truth ambassadors in our campus. Wish you all the best. Wish you all a successful year. Gandhian, working as a Gandhian club member. Thank you all. Thank you. Thank you so much for your inspiring words, ma'am. Now, let us take a few minutes to remember the favorite bhajans of Gandhiji. Here we have some of the euphonious voices of St. John's. Let me welcome Sneha and Sivi, Akshara Anil Kumar, Shreya Binu, Nikita Rajan, and Kalyani JK for Gandhi Bhajan. वैष्णव जन तो देने कहिए जे पीड़ पराई जाने रे वैष्णव जन तो देने कहिए जे पीड़ पराई जाने रे पर दुखे उपकार करे तो ये मन अभिमान नाने रे वैष्णव जन तो तेने कहिए जे पीड़ पराई जाने रे सकल लोग मां सहुने वंदे निंदा न करे के नीरे वाचका चमन निश्चल राखे धन धन जननी तेनी रे वैष्णव जन तो तेने कहिए जे पीड़ पराई जाने रे समदृष्टि ने तृष्णा त्यागी पर स्त्री जीने बात रे जो हाथ की असत्य न बोले पर धन न छाले हाथ रे वैष्णव जन तो तेने कहिए जे पीड़ पराई जाने रे मोह माया व्यापे नहीं जीने दृढ़ वैराग्य जीना मन माने राम नाम शु तानिरे लागी
वैष्णव जन दो तेने कहिए जे पीड़ पराई जाने रे। वन लोभीने कपट रहित छे काम क्रोध निवाराए। फन नरसयु तेनु दर्शन करता कुल एको तेरा तारा रे। वैष्णव जन तो तेने कहिए जे पीड़ पराई जाने रे। पर दुखे उपकार करे तुए मन अभिमान राणे रे। वैष्णव जन तो तेने कहिए जे। Thank you so much, all. It was really melodious and overwhelming. The guest of the day is an eminent personality who has spent most of his life promoting the Gandhian ideologies in today's society. He is the founder and director of Gandhi Center for Rural Development. Let me welcome the chief guest of the day, Dr. Jacob Pulikin, for the inaugural address. Sir, please. പ്രിയ ബഹുമാനപ്പെട്ട യോഗാധിഷ്ഠ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ബോസ് അച്ഛന്, സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പല്, സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, ഗാന്ധി ക്ലബിലെ മെമ്പർമാരെ, മാതാപിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇന്ന് ഈ വൈകുന്നേരം ഇരിക്കുന്നതിന്. ഈ വർഷം ഞാൻ പങ്കെടുക്കുന്ന ചുരുക്കം ചില പരിപാടികളിൽ ഒന്നാണ് നിങ്ങളുടെ സ്കൂളിലെ ഗാന്ധി ക്ലബിലെ ഉദ്ഘാടന പരിപാടി. ഞാൻ കോവിഡ് വന്ന് വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നത് കൊണ്ട് ഇപ്പോഴും അതിന്റെ വിശ്രമാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷം ഒരു സ്ഥലത്തും പ്രസംഗിക്കുന്നതിന് ഗാന്ധി ജയന്തി ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്ന പരിപാടിയിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ പങ്കെടുക്കുന്നില്ല. പക്ഷെ ബോസ് അച്ഛനോട് എന്നോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടപ്പോ എനിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. എനിക്കുള്ള ഒരു ചെറിയ പ്രശ്നം, ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക്, പ്രസംഗിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം, നമ്മള് ക്ലാസ് എടുക്കുമ്പോ പ്രസംഗിക്കുമ്പോ നമുക്ക് ശ്വാസം പിടിച്ചു നിർത്താൻ സാധിക്കണം. ശ്വാസം പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരുമ്പോ നമ്മുടെ പ്രസംഗത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ബലവും അതുപോലെ തന്നെ ഉറപ്പും ഇല്ലാതാവും. ആ ഒരു ബുദ്ധിമുട്ടാണ് ഞാനും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരിടത്ത് പ്രസംഗിക്കാൻ പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതും ഞാൻ പുറത്തോട്ട് ഒരു പരിപാടിക്ക് ഇതുവരെ പോകാൻ തുടങ്ങിയിട്ടുമില്ല. ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഒക്ടോബർ 1-ാം തീയതിയും 2-ാം തീയതി അർദ്ധരാത്രി ആകുന്ന സമയം വരെ ഞാൻ നാട്ടിലെയും വിദേശത്തെയും ഓൺലൈൻ പരിപാടികളിൽ വളരെ തിരക്കിട്ട പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബോസ് അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നേക്കാൾ വലിയ ആളിനെ ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ തരാം, ഡോക്ടർ എൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെക്കാൾ വലിയൊരാള് നമുക്ക് കിട്ടാനില്ല. കഴിഞ്ഞ വർഷം ഞാൻ ലോകത്തിലെ 11 രാജ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഗാന്ധി 150 ആഘോഷ പരിപാടികൾ, സമാപന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. ഈ വർഷം
ഇന്ന് വളരെ കൂടുതൽ തിരക്ക്, ഇന്ന് നാളെയൊക്കെ വളരെ കൂടുതൽ തിരക്കുണ്ടെങ്കിൽ പോലും ഞാൻ കട്ടന് പുറകിൽ മനഃപൂർവ്വം ഇരിക്കുന്നത് കൊണ്ട് അത്ര വലിയ തിരക്കൊന്നും എനിക്ക് ഇല്ല. എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളിൽ പിഴവില്ലാതെ അത് ഭംഗിയായിട്ട് നടക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്താൽ മതി. തിരുവനന്തപുരം ജില്ലയിൽ 1000 സ്കൂളുകളിലാണ് ഗാന്ധി ദർശന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഗാന്ധി ദർശനാണ്. നിങ്ങളുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വളരെ ചിട്ടയായിട്ട് സുസംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഗാന്ധി ദർശനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്കൂളിലും ബോസത്തിന് അതറിയാം. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് നിങ്ങൾ പറഞ്ഞു കേട്ടതിൽ നിന്ന് എനിക്ക് അല്പം ചില കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതല്ല. അതിലപ്പുറം നിങ്ങളുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഏതായാലും നന്നായിട്ട് നടക്കട്ടെ എന്നുള്ള ആശംസകൾ ഞാൻ നേരുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയിലും മറ്റ് പല ജില്ലകളിലും എന്ന് ഞാൻ പറയുമ്പോൾ ആ ജില്ലകളിൽ ഞാൻ അത്ര സുസംഘടിതമാണ് എന്ന് ഞാൻ പറയില്ല. തിരുവനന്തപുരം ജില്ലയിലാണ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും ഗാന്ധി ദർശനം വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ അതേ സമയത്ത് മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നു. ചില സ്ഥലത്ത് പേരിന് വേണ്ടി പേരിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു കൃത്യമായ ചിട്ടപ്പെടുത്തൽ എന്നുള്ള രീതിയിലേക്ക് ഗാന്ധി ദർശന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂൾ അന്തരീക്ഷത്തിലെ സ്കൂളിന്റെ പ്രവർത്തന പരിപാടിയിലേക്ക് ഇതേവരെ ഒരു ഡയറക്ടറേറ്റ് കൊണ്ടുവന്ന് ആ ഡയറക്ടറേറ്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് നാളിതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ 2000 മുതൽ ആരംഭിച്ചതാണെങ്കിൽ കൂടിയും പല പല കാരണങ്ങളാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ആളുകളുടെ ഉത്സാഹത്തില്, അവരുടെ ആത്മാർത്ഥതയില് പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ സ്കൂളുകളിലും നടക്കുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് ഗാന്ധി ദർശനം ഇപ്പോഴും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാധിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഗാന്ധി ദർശനെ കൂടി ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതിന് നമുക്ക് സാധിക്കൂ. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് സ്വഭാവ രൂപീകരണ പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും വഴിതെറ്റുന്നതിനുള്ള വഴികളാണ് കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ അവരിലേക്ക് നന്മയുടെ അംശം വളരെ ശക്തമായിട്ട് അത് സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ട ആ ഒരു ഉത്തരവാദിത്വം അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റെടുക്കുന്ന ഇല്ല എങ്കിൽ അത്തരമൊരു പ്രവർത്തനം നടത്തുന്നതിന് പിന്നെ വേറെ ആരുമില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന പല സംഘടനകളും പല രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പലപ്പോഴും നമുക്കൊരു ആർഗ്യുമെന്റിന് വേണ്ടിയെങ്കിലും പറയാൻ സാധിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് ഒരു മാതൃക എന്നുള്ള രീതിയിൽ നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന ഗാന്ധി അല്ലാതെ മറ്റൊരു വ്യക്തിത്വം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് ഗാന്ധി ദർശൻ എല്ലാ സ്കൂളുകളിലും ഉണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. മഹാത്മാഗാന്ധിയെ മാതൃകയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് അവരിലേക്ക് സത്യവും അഹിംസയും സേവന തൽപരതയും സ്വദേശി സ്പിരിറ്റും കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗാന്ധി ദർശൻ എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തന രീതി. നമുക്കറിയാം, സ്വഭാവ രൂപീകരണം എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടി ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് ഞാൻ കൊണ്ടുവരുന്നു. നമ്മുടെ പല്ല് തേക്കുന്ന കാര്യം നമ്മളെ ആദ്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മയും കുഞ്ഞിന്റെ കൈകളും രണ്ടും കൂടി ഒരുമിച്ചാണ് ആദ്യമേ പല്ല് തേക്കാൻ ആരംഭിക്കുന്നത്. അമ്മ കൊച്ചു ബ്രഷ് മേടിച്ചു കൊടുക്കുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ആ സമയത്ത് അമ്മയുടെ
കൈയും കുഞ്ഞിന്റെ കൈയും ഒരുമിച്ചാണ് ബ്രഷിൽ പിടിക്കുന്നത്. ആ സമയത്ത് കുഞ്ഞിന്റെ വ്യഗ്രത, അവന്റെ താല്പര്യം അമ്മയുടെ കയ്യിൽ നിന്ന് പേസ്റ്റും ബ്രഷും അവന് സ്വന്തമായിട്ട് കിട്ടണമെന്ന. അവന് നിർബന്ധത്തിന് വഴങ്ങി അമ്മ പേസ്റ്റും ബ്രഷും അവന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവന് പേസ്റ്റ് ഞൊടഞ്ഞിറക്കാനാണ് കൂടുതൽ താല്പര്യം. അത് അമ്മയ്ക്കും അറിയാം. ഏതാനും ദിവസം കഴിയുമ്പോൾ അവൻ ആ പേസ്റ്റും ബ്രഷും വലിച്ചെറിഞ്ഞു കളഞ്ഞു. അത് എവിടെ പോയെന്ന് അവനറിയത്തില്ല. അപ്പൊ അന്നേരം വീണ്ടും അമ്മയുടെ സാന്നിധ്യം, അമ്മ അവന്റെ പുറകിൽ നിന്നുകൊണ്ട് അവനെ വീണ്ടും പേസ്റ്റും ബ്രഷും കൊടുത്തുകൊണ്ട് അവനെ വീണ്ടും പല്ല് തേക്കുന്ന ആ ഒരു പ്രവർത്തനത്തെ തിരിച്ചു കൊണ്ടുവരിക. ഏതാനും ദിവസം കഴിയുമ്പോൾ അവൻ അല്പം വയ്യായ്മ ഉണ്ടാകുമ്പോൾ അവൻ പല്ല് തേക്കുന്നതിന് മടി കാണിക്കുക. അന്നേരം അമ്മ നിർബന്ധ ബുദ്ധിയോടുകൂടി അവനെ പല്ല് തേപ്പിക്കുന്നതിൽ ശ്രദ്ധാലുവായിട്ട് നിൽക്കുകയാണ്. അവൻ അത് കഴിഞ്ഞ് പല്ല് തേക്കുന്നതിന് മടി കാണിക്കുന്ന സമയത്ത് അമ്മ കൈകളിൽ വടിയെടുത്തുകൊണ്ട് അവനോട് പറയുന്നു, പല്ല് തേച്ചില്ല എങ്കിൽ നീ അടിമേടിക്കും. അവൻ ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലായി അമ്മ ഈ വടിയൊക്കെ കാണിക്കുകയുള്ളൂ, കുഴപ്പമില്ല. അന്നേരം അവൻ വീണ്ടും പല്ല് തേക്കുന്ന പരിപാടി നടത്തും. ആ സമയത്ത് അമ്മയുടെ കയ്യിലെ വടി അവന്റെ കുഞ്ഞിത്തോടെ വീഴും. അപ്പൊ അവന് മനസ്സിലായി ഈ അമ്മ രാവിലെ അവൻ പല്ല് തേക്കുന്ന കാര്യം നിർബന്ധപൂർവ്വം ജയിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ എല്ലായ്പ്പോഴും സത്യത്തോടു കൂടിയാണ് പുറകിലുള്ളത്. അങ്ങനെ കുറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് പല്ല് തേക്കുന്ന ഒരു ശീലമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. ആ ശീലമായിരിക്കുന്ന സമയത്ത് നമുക്ക് വയ്യായ്മ ഉണ്ടാകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് വഴുതിപ്പോകും. ആ വഴുതിപ്പോകുന്ന സമയത്താണ് വീണ്ടും അമ്മ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ പുറകിലേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശീലത്തിൽ നിന്ന് അത് മുടക്കം വരുമ്പോൾ വീണ്ടും മുടക്കമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ആ ശീലത്തിനൊരു ഉറപ്പുണ്ടാകുന്ന സമയത്താണ് അത് സ്വഭാവമായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവർത്തന പരിപാടിയും നമ്മുടെ ജീവിതത്തിൽ അതൊരു സ്വഭാവമായിട്ട് മാറണമെന്നുണ്ട് എങ്കിൽ നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. ആ നിരന്തരമായ പരിശീലനം ഞാൻ പല്ല് തേക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ് സത്യസന്ധരായിട്ട് വളരുക എന്നുള്ളത്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും സത്യം തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് മാതൃകയാകുന്ന നമ്മുടെ മാതാപിതാക്കന്മാര് തന്നെ അവർ നുണ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു. കുഞ്ഞ് കേൾക്കുമ്പോൾ നുണ പറയുന്നതായിട്ട് കുഞ്ഞിന് മനസ്സിലാക്കുന്നു. അവനുടനെ അമ്മയോട് എല്ലാ കാര്യത്തിലും സംശയം ചോദിക്കുന്നു. അമ്മയോട് ചോദിക്കുന്നു, അമ്മ അച്ഛൻ നുണ പറഞ്ഞല്ലോ, അമ്മ എന്നോട് നുണ പറയുമ്പോൾ വഴക്ക് പറയും, എന്നോട് അടിമേടിക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അച്ഛൻ നുണ പറഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛനെ വഴക്ക് പറയാത്തത്? ഉടനെ അമ്മ പറയാ, അച്ഛൻ നുണ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വീടിനെ നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അപ്പൊ അച്ഛന് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ, വിഷമിപ്പിക്കുന്ന അവസരങ്ങളിൽ നുണ പറയാം എന്ന് അവൻ മനസ്സിലാക്കി. അടുത്ത ഘട്ടത്തിൽ ഇതേ രീതിയിലുള്ള നുണ അമ്മ പറയുന്നു. ഈ അമ്മ പറയുന്നത് നുണ കേട്ടിട്ട് അന്നേരം അവന്റെ മനസ്സിൽ വീണ്ടും ഒത്തിരി സംശയങ്ങളാണ്. അച്ഛൻ നുണ പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ അതുപോലുള്ള അതേ രീതിയിലുള്ള നുണ അമ്മയും പറയുന്നു. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അമ്മയോട് അമ്മ വീണ്ടും ചോദിച്ചപ്പോ ഉടനെ അമ്മ പറഞ്ഞു, അത് അമ്മയ്ക്ക് കുഴപ്പമുണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പൊ അവന് മനസ്സിലായി, അച്ഛന് കുഴപ്പമുള്ള സന്ദർഭങ്ങളിൽ അച്ഛന് നുണ പറയാം, അമ്മയ്ക്ക് കുഴപ്പമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അമ്മയ്ക്ക് നുണ പറയാം. പിന്നെ എപ്പോഴാണ് സത്യം പറയേണ്ടത്? ആർക്കും യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ലാത്ത അവസരങ്ങളിൽ. ഈ ഒരു പരിശീലനമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ട് കേട്ട് അറിഞ്ഞ് അനുഭവിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിശീലനം നമ്മൾ വളരെ സമഗ്രമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എല്ലായ്പ്പോഴും സത്യം മാത്രമേ പറയാവൂ എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് നമ്മുടെ പല്ല് തേക്കുന്ന ആ കാര്യം സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റിയതുപോലെ അതിനേക്കാൾ എത്രയോ വലുതായിട്ടുള്ള നിരന്തരമായ എഫർട്ട് നമുക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പല്ല് തേക്കുന്ന കാര്യം തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജീവിതത്തിലുടനീളം സത്യം പറയുന്ന ഒരു കുട്ടിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് സാധിച്ചാൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചോളുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല, ഒരിക്കലും നമ്മുടെ സമൂഹത്തിന്
പ്രയോജനപ്പെടില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് മാറില്ല. എല്ലായ്പ്പോഴും അവർ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അസറ്റായിരിക്കും. സമൂഹത്തിലെ ഏറ്റവും വലിയ അസറ്റായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നടക്കേണ്ടത്. അവിടെ എന്തെങ്കിലും തരത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ വളരെ വലുതായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ദോഷകരമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും അത് തുടക്കം കുറിക്കുകയും ചെയ്യും. ഈ ഒരു പ്രവർത്തനമാണ് ഗാന്ധി ദർശനിൽ കൂടി വളരെ ഫലപ്രദമായിട്ട് നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ അക്രമരാഹിത്യ സ്വഭാവ കാര്യങ്ങള്, നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിലും അത്തരം ബുദ്ധിമുട്ടുകളില്ല. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സിലുള്ള ആൾക്കാരായിട്ട് അവരെ ഒന്ന് മാറ്റിയെടുക്കുക. തന്നെ മറന്നുകൊണ്ട് വിഷമിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാരായിട്ട് ഒന്ന് മാറ്റിയെടുക്കുന്ന ആ ഒരു സ്വഭാവ വിശേഷത്തിലേക്ക് അവരറിയാതെ തന്നെ അവരെ കൊണ്ടുവരുന്ന ആ ഒരു രീതിയിലേക്ക് അവരെ ഒന്ന് വളർത്തിക്കൊണ്ടുവരിക. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കേ, കേരളമാണ് ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്. ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. രാവിലെ നേരം വിളക്കുമ്പോൾ ആരംഭിക്കുന്ന, പല്ല് തേക്കുന്ന സമയം തൊട്ട് ആരംഭിക്കുന്ന, അവസാനം നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ആ ഒരു പ്രവർത്തനം നമുക്ക് വളരെ വിനാശകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആ സ്ഥാനത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പരിശീലനം കൊടുത്തുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള ഞാൻ തന്നെ ഉണ്ടാക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സാധിച്ച ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഭദ്രതയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഈ ഒരു പ്രവർത്തനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ട പരിശീലനം. ആ പരിശീലനം നമുക്ക് കൊടുക്കുന്നതിന് സാധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിലും വിജയിക്കുന്ന കുട്ടി എന്നുള്ള അവസ്ഥയാണ് നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കഴിവുകൾ ഒരുപോലെ അല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് അതിൽ കൂടുതൽ സാമർത്ഥ്യം കാണിക്കുന്ന കുട്ടികൾ പ്രായോഗികമായ കാര്യങ്ങളിൽ വളരെ പിന്നോക്കമായിരിക്കും. അപ്പോൾ ഓരോ തലത്തിലും ഓരോ കുട്ടിക്കുമുള്ള കഴിവുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പരീക്ഷകളിൽ 1ാം സ്ഥാനത്ത് എത്തുന്ന കുട്ടികളാക്കി മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ആ ഊന്നൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ആൾക്കാരിൽ പെടുന്ന ആളല്ല ഞാൻ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരെ പഠിക്കുന്ന കാര്യത്തിൽ മിടുമിടുക്കന്മാരാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ, എല്ലാ തലത്തിലുമുള്ള അവരുടെ കഴിവുകൾ വളർത്തി വലുതാക്കി അവരെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ആൾക്കാരായിട്ട് മാറ്റുന്ന ആ ഒരു പ്രവർത്തനത്തിന് നമ്മൾ വളരെ ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അവരുടെ സ്വഭാവ രൂപീകരണം തന്നെ 3 മുതൽ 13 വയസ്സ് വരെ നടക്കേണ്ട ആ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനം, അവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അനാസ്ഥ ഉണ്ടായാൽ, ചെറിയൊരു പോരായ്മ ഉണ്ടായാൽ, ചെറിയൊരു വീഴ്ച ഉണ്ടായാൽ ആ വീഴ്ചയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പിഴ വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യം എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കുന്നു. ഞാൻ ഗാന്ധി ദർശന്റെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് ഞാൻ ഊന്നൽ കൊടുത്ത് സംസാരിച്ചത്. എനിക്ക് എത്ര സമയം സംസാരിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പില്ല. എനിക്ക് ഒരു 10 മിനിറ്റ് ഇവിടെ സംസാരിക്കാൻ സമയം തരാൻ പറ്റുന്നുണ്ടോ? സാറേ 10 മിനിറ്റ് കൂടെ എടുക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇനി സംസാരിക്കുന്നതിന് 2ാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ സ്കൂൾ തലത്തിലെ ഗാന്ധി ദർശന്റെ പ്രവർത്തനങ്ങൾ ഞാൻ വിട്ട് എന്തുകൊണ്ട് നമ്മൾ മഹാത്മാഗാന്ധിയെ കൂടുതൽ ശ്രദ്ധയോടുകൂടി, കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ആ ദർശനങ്ങളിലേക്ക് കൂടുതൽ അടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആരാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള മഹാത്മാഗാന്ധി
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായിരുന്ന ശില്പിയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആർക്കിടെക്റ്റാണ്, നമ്മുടെ രാഷ്ട്രപിതാവാണ്. അതുപോലെ തന്നെ നമ്മുടെ അഹിംസാ സിദ്ധാന്തത്തിന്റെ സത്യാഗ്രഹ പ്രസ്ഥാനത്തിന്റെ പിതാവാണ്. അപ്പൊ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കാർ മഹാത്മാഗാന്ധി കാണുമ്പോൾ ലോക ജനത ഈ രീതിയിൽ അല്ല മഹാത്മാഗാന്ധിയെ കാണുന്നത്. അവർക്ക് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നുള്ളതൊന്നും അവർക്ക് പ്രാധാന്യമുള്ള കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി അക്രമരാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, അഹിംസാ സിദ്ധാന്ത പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന നോൺ വയലന്റ് ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ലോകവ്യാപകമായി മഹാത്മാഗാന്ധി നോക്കിക്കാണുന്നത് ആഗോള സമാധാന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള നിലയിലാണ്. നോക്കിക്കേ, നമ്മൾ ഇന്ത്യയിലെ നേതാവ് എന്നുള്ള തലത്തിലല്ല, ആഗോള സമാധാന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള നിലയിൽ. അതിനടുത്ത തലത്തിലേക്ക് നമ്മളൊന്ന് പോയാൽ നമ്മുടെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. ലോകവ്യാപകമായിട്ടുള്ള പല മേഖലകളെ പല ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങള്, അങ്ങനെയുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെല്ലാം ഗാന്ധിയെ കാണുന്ന ആഗോള പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള നിലയിലാണ്. എക്കോളജിക്കൽ മൂവ്മെന്റ് ഫാദർ, ദ ഫാദർ ഓഫ് ദി മോഡേൺ എക്കോളജിക്കൽ മൂവ്മെന്റ്. അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മഹാത്മാഗാന്ധി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച ആ ഒരു കാലഘട്ടത്തിൽ എക്കോളജി എന്ന വാക്ക്, എൻവയോൺമെന്റ് എന്ന വാക്ക് കാര്യമായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു വാക്കായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഗാന്ധി അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇപ്പൊ മൂന്നാമത്തെ തലത്തിൽ ഗാന്ധി, നമുക്ക് കാര്യമായിട്ട് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഗാന്ധി പ്രകൃതി ജീവനത്തിന്റെ, പ്രകൃതി ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്നു. ഗാന്ധിയുടെ ആകെയുള്ള എഴുത്തുപുത്തിന്റെ, ആകെയുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ, ആകെയുള്ള പ്രവർത്തനങ്ങളുടെ ഏകദേശം 1/3 സമയത്തോളം മഹാത്മാഗാന്ധി ചെലവഴിച്ചത് പ്രകൃതി ജീവനത്തിനും പ്രകൃതി ചികിത്സയ്ക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ കോവിഡിന്റെ ഭയാനകമായ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രങ്ങൾ പരസ്പരം മത്സരിക്കുകയല്ല വേണ്ടത് എന്ന് വളരെ ശക്തമായിട്ട് ആ കാലഘട്ടത്തിൽ ഊന്നി പറഞ്ഞ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. രോഗലക്ഷണങ്ങളെ ഇല്ലാതാക്കുകയാണ് നമ്മൾ വേണ്ടത്, രോഗത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് എന്നുള്ള തലത്തിലേക്ക് എല്ലാ ചികിത്സാ രീതികളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു ആശയം ലോകത്തിന് മുമ്പിലേക്ക് ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ സയൻസിന്റെ പിതാവ് എന്നുള്ള രീതിയിൽ, ആധുനിക മെഡിക്കൽ സയൻസിന്റെ പിതാവ് എന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധിയെ ലോകം കാണുന്നു. ഇപ്പൊ സമീപ കാലഘട്ടങ്ങളിലായി ഗാന്ധിജിയുടെ പ്രാധാന്യം നമ്മൾ വളരെ കൂടുതൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്ന ഒരു 3 മേഖലകൾ കൂടിയുണ്ട്. അതിലൊന്ന് മാനേജ്മെന്റ് പ്രസ്ഥാനമാണ്, ലോകത്തിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് പ്രാക്ടീസസും. അപ്പൊ ലോക ആഗോളതലത്തിലുള്ള മാനേജ്മെന്റ് സിദ്ധാന്തങ്ങളുടെ, മാനേജ്മെന്റ് വൈദഗ്ധ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതെല്ലാം മഹാത്മാഗാന്ധിയേക്കാൾ കൂടുതലായിട്ട് പ്രാവീണ്യം പ്രകടിപ്പിച്ച മറ്റൊരു വ്യക്തി ഇല്ലായിരുന്നു എന്നാണ് ഇപ്പം മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കരുതുന്നത്. ആളുകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരുപക്ഷെ കോടിക്കണക്കിന്, തന്റെ മുമ്പിലുള്ള കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഇത്രമാത്രം വൈദഗ്ധ്യത്തോടെ സാധിച്ച മറ്റൊരു ലോക നേതാവ് ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ചിന്താഗതിയെ സമൂലമായിട്ട് മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ്. നമുക്ക് അതിലൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഉപ്പ് സത്യാഗ്രഹമാണ്. ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹപ്രവർത്തകരെല്ലാം ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന ഏറ്റവും പമ്പര വിഡിത്തം എന്ന് വിശേഷിപ്പിച്ച കരുതിയിരുന്ന ആ ഒരു സമയത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണത്തെ പിടിച്ചു കുലുക്കുന്നത് സാധിച്ച ഒരുപക്ഷെ ലോകത്തില്
നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രമാത്രം പേരും പെരുമയും ഉണ്ടാക്കി കൊടുത്ത മറ്റൊരു സമരം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല, ഉപ്പ് സത്യാഗ്രഹം അല്ലാതെ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെ ആ മാനേജ്മെന്റിന്റെ വൈദഗ്ധ്യമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിലുള്ള മാനേജ്മെന്റ് വിദഗ്ധന്മാർ എല്ലാം മഹാത്മാഗാന്ധി മാനേജ്മെന്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ നോക്കിക്കാണുന്നതിന് ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല നമ്മുടെ വികസന പ്രവർത്തനങ്ങളാണ്. നമ്മളെല്ലാവരും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വികസനം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ എന്നുള്ള ചോദ്യം വളരെ വ്യാപകമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിലായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും 85% ആൾക്കാർ ലോകത്തിലെ വിഭവങ്ങൾ മുഴുവൻ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, 15% ആൾക്കാർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, 85% ആൾക്കാരും ഒന്നും ഇല്ലാത്തവരായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പം 5% മുതൽ 15% വരെ ആൾക്കാരുടെ കൈകളിലേക്ക് എല്ലാ കുന്നുകൂടപ്പെടുന്ന അവസ്ഥ. അപ്പം വികസനം എല്ലായ്പ്പോഴും പണക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയെ ഗാന്ധി അന്ന് ചോദ്യം ചെയ്ത്, ഗാന്ധിയാണ് ലോകത്തിന് മുമ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള വികസന സംസ്കാരം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന വികസനം. അപ്പൊ നമ്മളൊരു ഡാം കെട്ടുമ്പോൾ ആ ഡാം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ട് ഉയരേണ്ടത്. അത് ഏതാനും പണക്കാർക്ക് വേണ്ടി അവർക്ക് ഇലക്ട്രിസിറ്റിയും അവർക്ക് വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാമാണ് എങ്കിൽ ആ ഡാം കൊണ്ട് നമുക്ക് ആവശ്യമില്ല. അവിടുത്തെ ബഹുഭൂരിപക്ഷം, അവിടുത്തെ 80%, 90% ആൾക്കാരെയും ഇല്ലാതാക്കുന്നതിന് കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് എങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡാം ഒരു പ്രദേശത്തെ തന്നെ മുഖച്ഛായ മാറ്റുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ. അത് അങ്ങനെയല്ലാതെ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലേ? നമുക്ക് ഇന്നിപ്പോ കൂടുതലായിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ഈ മെഗാ കാര്യങ്ങളിൽ കൂടി നടത്തപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങള്. ഗാന്ധിയുടെ തന്നെ വളരെ അടുത്ത അനുയായിയായ E.F. ഷൂമൈക്കർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരൻ, ജർമ്മൻകാരനാണ്. അദ്ദേഹം ബ്രിട്ടനിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇന്ത്യയെ കുറച്ച് നാൾ പ്രവർത്തിച്ചു, ബാക്കിയുള്ള കാലം ബ്രിട്ടനിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം നടത്തിയത്. E.F. ഷൂമൈക്കർ അദ്ദേഹത്തിന് തന്നെ വളരെ പ്രഖ്യാപിതമായ ഒരു സിദ്ധാന്തമുണ്ട്, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും മനോഹരം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അപ്പോ ലോകത്തിന് മുമ്പിലേക്ക് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള സിദ്ധാന്തം ലോകത്തിന് മുമ്പിൽ മഹാത്മാഗാന്ധി അവതരിപ്പിക്കുക മാത്രമല്ല, ആ സിദ്ധാന്തം എങ്ങനെ ലോകത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തലത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിന് ഗാന്ധി 5 രീതിയിലുള്ള സന്തുലിതമായ അവസ്ഥയെക്കുറിച്ച് ഗാന്ധി അന്നേ ഊന്നൽ കൊടുത്ത് പറഞ്ഞു. ഒന്ന് ഫിലോസോഫിക്കൽ ബാലൻസാണ്. ഫിലോസോഫിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളെ സമതുലിതാവസ്ഥയാണ്. അതിനെ ഒപ്റ്റിമൈസേഷനിൽ കൂടി നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് മതി എന്നുള്ള ചിന്താഗതി കൂടി അതിനെ ഒന്ന് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അതിനാണ് ഫിലോസോഫിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്, ധാർമ്മികതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന. രണ്ടാമത്തെ സ്ട്രക്ചറൽ ബാലൻസ് എന്ന് പറയും നമ്മുടെ പട്ടണങ്ങളും നമ്മുടെ ഗ്രാമങ്ങളും തമ്മിലുള്ള സമതുലിതാവസ്ഥയാണ്. ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളെ വിഴുകിക്കൊണ്ടിരിക്കുന്നു, വലിയവരെ നമ്മുടെ പാവങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അതല്ല വേണ്ടത്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടും കൊടുത്ത് വാങ്ങി ആ ഒരു ജീവിത രീതിയാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ എക്കോളജിക്കൽ ബാലൻസ് പറഞ്ഞു, മനുഷ്യനും പ്രകൃതിയും പരിപൂർണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരവസ്ഥ. നാലാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ടെക്നോളജിക്കൽ ബാലൻസ് ആണ്. വലിയ സാങ്കേതിക വിദ്യയും ചെറിയ സാങ്കേതിക വിദ്യയും രണ്ടും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു വികസന സിദ്ധാന്തം. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ബാലൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് നീതിയുക്തമായിട്ട് ജുഡീഷ്യസ് ആയിട്ട് നമ്മുടെ സമ്പത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, വിതരണമാണ് പറഞ്ഞത്. അതിനാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഏറ്റവും വിപ്ലവകരമായ മാനേജ്മെന്റ് സിദ്ധാന്തം
ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ 5 ബാലൻസുകൾ ഗാന്ധി ജനങ്ങളുടെ മുമ്പിലേക്ക് ആ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നിലനിൽക്കുന്ന വികസനം എന്നുള്ള സിദ്ധാന്തത്തെ ലോകത്തിന് മുമ്പിൽ, ലോക ജനതയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങള് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ലോകത്തിലെ മാധ്യമ പ്രവർത്തനങ്ങളുടെ പിതാവ് എന്നുള്ള തലത്തില് ഗാന്ധി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു. ഗാന്ധിയുടെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം മുതൽ ഗാന്ധിയുടെ പൊതുപ്രവർത്തനം അവസാനിക്കുന്ന ഘട്ടം വരെ ഗാന്ധി പല പത്രങ്ങളും നടത്തിക്കൊണ്ടിരുന്ന പത്രങ്ങളിൽ കൂടി എല്ലാം ഗാന്ധി പുതുതായിട്ടുള്ള ഒരു സന്ദേശം, അത് ജനങ്ങളുടെ ചിന്താഗതിയെ തിരുത്തുന്നതിനുള്ള, തെറ്റായിട്ടുള്ള ചിന്താഗതി ജനങ്ങളിലുള്ളപ്പോൾ ആ ചിന്താഗതിയെ തിരുത്തുന്നതിനാണ്, ജനങ്ങളെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നൽകുന്നതിനാണ്, ബോധവൽക്കരണ പ്രവർത്തനത്തിനാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളെ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ ഗാന്ധി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. നമ്മുടെ ഭരണവർഗത്തിന്റെ തെറ്റായ നടപടികൾക്കെതിരെ, അനീതിക്കെതിരെ പടപൊരുതുന്നതിനുള്ള ഒരു ആയുധമായിട്ട് പത്രങ്ങളെ മാറ്റുന്ന കാര്യത്തിലാണ്. എല്ലായ്പ്പോഴും ഗാന്ധിക്ക് വീഴ്ച വരാതിരുന്ന ഒരേ ഒരു കാര്യം അവിടെ ധാർമ്മികത എന്നുള്ള കാര്യം. ആ ധാർമ്മികത എന്നുള്ള കാര്യമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോ നമ്മുടെ മാധ്യമരംഗത്തേക്ക് ഒന്ന് കണ്ണോടിച്ച ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിച്ചിട്ടുള്ള കാര്യം. ഇതെല്ലാം നമ്മള് കൂടുതൽ തെളിവോടെ, മിഴിവോടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ സമൂഹത്തിലെ മൊത്തത്തിലുള്ള അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സമയത്താണ്. അപ്പൊ നോക്കിയേ, ഗാന്ധി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഗാന്ധി ആധുനിക സമാധാന ശാസ്ത്രത്തിന്റെ പിതാവ്, ഗാന്ധി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ പിതാവ്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്, ആധുനിക മാനേജ്മെന്റ് തത്വങ്ങളുടെ പിതാവ്, ആധുനിക വികസന പ്രവർത്തനങ്ങളുടെ പിതാവ്, ആധുനിക മാധ്യമ പ്രവർത്തനങ്ങളുടെ പിതാവ്. ഈ തലങ്ങളിൽ നിന്നുകൊണ്ട് ഗാന്ധിയുടെ പ്രവർത്തനം ആഗോളതലത്തിൽ ജനങ്ങൾ നോക്കിക്കാണുന്നു കൊണ്ടാണ് ഗാന്ധി കൂടുതൽ പ്രസക്തനായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയുള്ള കാലങ്ങളിൽ ഇതിലും പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. കാരണം അത്തരത്തിലുള്ള ഒരാൾ ലോകത്തിൽ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത്, വരും തലമുറ മജ്ജയും മാംസവുമായി ഇത്തരത്തിലൊരാൾ ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ സാധ്യതയില്ല എന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, മറ്റൊരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ കൂടിയുണ്ട്. നമ്മുടെ വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ്, കൂടുതൽ നല്ലവനാകുന്നത് കൂടുതൽ അപകടകരമാണ് എന്ന് മഹാത്മാഗാന്ധിയുടെ മരണവാർത്ത അറിഞ്ഞ ആ നിമിഷത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കമന്റ് ആയിരുന്നു. ഞാനിപ്പം പറഞ്ഞ ആ ഒരു കൊട്ടേഷൻ ആരാണ് പറഞ്ഞത് എന്ന് കണ്ടുപിടിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നൽകുന്നു. ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ് ടു ബി ടു ഗുഡ്. അതാണ് ആ കൊട്ടേഷൻ. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുനിന്നുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി നിങ്ങളുടെ സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബിന്റെ പ്രവർത്തന പരിപാടി, ഈ വർഷത്തെ പ്രവർത്തന പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിലെ ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങള്, ഞാൻ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ നിങ്ങളുടെ സ്കൂളിലേക്ക് ഞാൻ അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് എനിക്ക് സംസാരിക്കുന്നതിന് സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയുന്നതിന് പോകാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈനിൽ കൂടി മാത്രമായിട്ട് കാണുകയും ചിന്തിക്കുകയും അനുഭവങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തില് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് ബോസ് അച്ഛനോട്, ബോസ് അച്ഛന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തിയത്. ഞാൻ നാളെ മറ്റൊരു പരിപാടിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പരിപാടികൾ മാത്രമാണ് ഈ വർഷം ഞാൻ ഗാന്ധി ജയന്തി പരിപാടികളുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബോസ് അച്ഛനാണ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളെ കാണുന്നതിന്, നിങ്ങളെ കേൾക്കുന്നതിന് സാധിച്ച ഈ ഒരു അവസരത്തിന്
ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. Thank you so much, sir, for sharing your valuable words. Next, we have Teja Gathering, the student representative for the felicitation. Over to you, Teja. Good evening, everyone. It is a great pleasure to be part of this function that ushers a new generation of students into this community and introduce them to Gandhian values and principles. The aim of Gandhian Studies Club is nothing but promote moral value among the students through which a better society can be built. In a world that intolerance and communal riots are increasing day by day, initiatives such as these should be seen as a step in the right direction. Remember, every journey starts with small strides. I wish every student who is part of this club success in this endeavor and hope to be a part of your journey. As Gandhiji himself has said, an eye for an eye. തേജ മൈക്ക് മ്യൂട്ടായെന്ന് തോന്നുന്നു. Sir, can you hear me right now? പറഞ്ഞോളൂ. Okay. Good evening, everyone. It is a great pleasure to be a part of this function that ushers a new generation of students into this community and introduce them to Gandhian values and principles. The aim of Gandhian Studies Club is nothing but promote moral value among the students through which a better society can be built. In a world where intolerance and communal riots are increasing day by day, initiatives such as these should be seen as a step in the right direction. Remember, every journey starts with small strides. I wish every student who's part of this club success in this endeavor and hope to be a part of your journey. As Gandhiji himself has said, an eye for an eye ends up making the whole world blind. Let's keep these words in our minds and strive for a better future. Thank you. Thank you so much, Teja. Now, I welcome Anne Maria Wilson, student representative for the felicitation. Over to you, Anne. Live as you were to die tomorrow. Learn as you were to live forever. Good evening, all. Respected Chairman of SMC and local members of the school, Reverend Father Boaz Matthew, Honorable Chief Guest of the Day, Dr. Jacob Pulikin, Principal, Madam Susan Koshi, Vice Chairman of SMC, K. Matthew Sir, teachers, and my dear friends. It's my immense pleasure to address the gathering as a school parliamentarian. It's my honor to get an opportunity to felicitate the celebration of Gandhi Jayanti. Mahatma Gandhi, the father of our nation and the greatest patriot in India, was born in a small coastal town of Gujarat known as Porbandar in 1869. He was an honest man and a truth lover. Gandhiji not only helped our country to achieve freedom, but he also taught us many important life lessons. He was an inspirational leader and the pioneer of Indian independence movement. He dedicated his life for the freedom of his countrymen. In these contemporary times of higher education, Gandhi's vision holds great importance. The need for young people to learn, think, read, and write about him and his principles is of utmost importance. His life was an inspiration to all of us. The sacrifice he made are our responsibilities. Let us contribute ourselves to the growth and development of our country to pay a salute to the nation's father. I appreciate the efforts taken by my friends in taking Gandhi's vision forward. I would also like to convey my best wishes to each one of you. Thank you. Thank you so much, Anne. I am more than happy to invite the convener of the Gandhian Club, Ms. Deepa Tangachan ma'am, for the word of thanks. ബഹുമാനപ്പെട്ട സെന്റ് ജോൺ സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ബോസ് മാത്യു, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ ജേക്കബ് പുളിക്കൻ, പ്രിൻസിപ്പൽ സൂസൻ കോശി മാഡം, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, രക്ഷകർത്താക്കളെ,
പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഗാന്ധിയൻ ആദർശങ്ങൾ യുവതലമുറയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സെന്റ് ജോൺ സ്കൂളിൽ ആരംഭിച്ച ഗാന്ധിയൻ സ്റ്റഡീസ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന മുഖ്യാതിഥികൾ ഒത്തുകൂടിയ വിശിഷ്ട വ്യക്തികൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നതാണ് എന്റെ കർത്തവ്യം. ജീവിതത്തിലുടനീളം ഗാന്ധിയൻ ആദർശങ്ങൾ മുറുകെ പിടിക്കുകയും അത് പുതുതലമുറയിൽ എത്തിക്കുവാൻ വേണ്ടി ഗാന്ധിയൻ സ്റ്റഡീസ് ക്ലബ് എന്ന ഒരാശയം മുന്നോട്ട് വെക്കുകയും ഗാന്ധിയൻ സ്റ്റഡീസ് ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്യുന്ന സെന്റ് ജോൺ സ്കൂൾ മാനേജർ, ലോക്കൽ മാനേജർ ബോവസ് മാത്യു അച്ഛന് ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി സെന്റ് ജോൺ സ്കൂൾ ഗാന്ധിയൻ സ്റ്റഡീസ് ക്ലബ് ഉദ്ഘാടനത്തിന് ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ടാതിഥിയും ഗാന്ധി സെന്റർ ഫോർ റൂറൽ സ്റ്റഡീസിന്റെ ഡെവലപ്മെന്റ് ഡയറക്ടറും ആയ ഡോക്ടർ ജേക്കബ് പുളിക്കൻ സർ സ്വഭാവ രൂപീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അഹിംസയും സത്യവും ജീവിതശൈലിയും കുട്ടികളിൽ വളർത്തിയെടുക്കുമ്പോൾ ഒരു രാജ്യത്തിന് അത് എത്രമാത്രം പ്രയോജനകരമാകുമെന്നും സാർ നമുക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് വിശദീകരിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ഈ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചു. ഈ അവസരത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സ്കൂളിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് നമ്മളോടൊപ്പം നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി വരുന്ന പ്രിൻസിപ്പൽ മാഡം സൂസൻ ഘോഷി ടീച്ചറോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്തതായി സെന്റ് ജോൺ സ്കൂളിന്റെ അഭിമാനമായ സംഗീതാധ്യാപിക അശ്വതി ടീച്ചർ കുട്ടികളെ വളരെ മികച്ച രീതിയിൽ പരിശീലിപ്പിച്ച് ഗാന്ധി ഭജൻ ആലപിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. സെന്റ് ജോൺ സ്കൂളിന്റെ പാർലമെന്റ് അംഗങ്ങളായ തേജ കാതറിൻ, ആൻമരിയ വിൽസൺ ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും അവരുടെ രക്ഷകർ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പതാകവാഹകരായി നമുക്ക് മാറാം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much, ma'am. And with this, our event comes to an end. I really want to thank all of you for your peaceful cooperation and participation that made the program a successful one. Let's try to adopt the Gandhian ideals to our daily lives. Let us hope for a serendipitous moment that would bring the world back to normal. Till the day we meet again, stay safe and happy. Thank you so much. Okay, thank you, Fatima. Thank you, ma'am. Thank you, Fatima. Thank you, Fatima. Thank you.